സുഹൃത്തുക്കളെ നമസ്കാരം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടോ. ഇന്നലെ നടന്ന സംഭവം ഉണ്ടല്ലോ, അത് ആ ബോഡി ചിതയിലേക്ക് വെച്ചിട്ട് ആ ഭൂമിയിലൊന്നും ഒട്ടിയിട്ടില്ല, അന്നൊന്നും അലിഞ്ഞിട്ടില്ല. അപ്പോത്തിന് കുറച്ച് ഫെമിനിസ്റ്റ് തള്ളമാർ വന്നിക്കാണ്ട് ന്യായീകരിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുള്ളൂ എന്താണ് ഇവരൊന്നും കാണാത്തതെന്ന്. അപ്പോൾ ഇതാ വന്നു നോക്കി. പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അറപ്പാണ്. ഇവൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വാർഡ് കൗൺസിലർക്ക് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. പാവം വാർഡ് കൗൺസിലർ, എന്തൊരു നന്മയാണ് ഈ മനുഷ്യന്, എന്തൊരു കരുതൽ. പിന്നെ അവൾ പറയണത്, നിങ്ങൾ അവളെ അറസ്റ്റ് ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്നു. ഇവൾ വല്ല പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണ് വരുന്നത്. ഇങ്ങനെ കുറേ ഫെമിനിസ്റ്റ് തള്ളമാർ ന്യായീകരിക്കാനുള്ളിടത്തോളം കാലം ഇവളെപ്പോലുള്ള പുട്ടിത്താത്തമാർ കുട്ടി ചേച്ചിമാരും റീൽസ് എടുത്തുകൊണ്ട് ഇങ്ങനെ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു സംശയമില്ല കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണെന്നറിയോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ചില ആൾക്കാർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോളി. അതായത് ഇവൻ പറയേണ്ടത് എന്താ, ഇവൻ്റെ രാഷ്ട്രീയം, നമ്മൾ ഇതിൽ രാഷ്ട്രീയമൊന്നും കൂട്ടിച്ചേർക്കണില്ല. അവൻ പറയാം, ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യണമെന്ന്. എടോ, അണക്ക് ഉളുപ്പുണ്ട ചങ്ങായി, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ ചില്ലറ ഉളുപ്പ് ചറ്റ വർത്താനം പറയാൻ നിൽക്കരുത്. കാരണം എന്താ അറിയോ, ബസ്സിൽ ഓൾറെഡി പണ്ട് മുതലേ ഉള്ള പരിപാടിയാണ് ഈ ജാക്കി വെപ്പ്. ഇത് ഇങ്ങനെ ഇവള് ഈ ഭൂലോക ഫ്രോഡ്, ഈ ഷിംജിത എന്ന് പറയുന്ന പെണ്ണ് എന്തെങ്കിലും ചെറ്റത്തരം ചെയ്തു എന്ന് വിചാരിച്ചു കണ്ട് ബസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. കാരണം പണ്ട് കാലം മുതലേ നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ബസ്സിൽ ഈ ജാക്കി വെപ്പ്. സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറവിൽ അതിനെ ഒളിപ്പിക്കാൻ ഇജ്ജ് നോക്കണ്ട. ബലാത്സംഗം ചെയ്യണമെങ്കിൽ ഇജ്ജ് വേറെ എന്തെങ്കിലും നോക്കിക്കോ, അല്ലാതെ ഇതിൻ്റെ ഇടയിൽ കൂടെ റീച്ച് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പറഞ്ഞു തന്നെ, ബസ്സിൽ ഞരമ്പന്മാർ ഉള്ളതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഈ പുട്ടിത്താത്ത കാരണം ഇനി ഭാവിയിൽ ഏതെങ്കിലും പെണ്ണിന് എന്തെങ്കിലും ബസ്സിൽ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഓൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് ഈ പറയുന്ന ഈ പുട്ടിത്താത്ത എത്തിച്ചിട്ടുള്ളത്. കാരണം എന്താ, അപ്പോൾ ഇനി വരുന്ന സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആ കണ്ണുകൊണ്ടേ കാണുള്ളൂ. അപ്പോൾ അവർ പറയും, ഓള് തരികിടയാണ്, ഓളോട് അയപ്പാണ്. അതായത് സ്ത്രീകൾ ഇനി ഒരുപാട് അനുഭവിക്കാൻ കിടക്കണുള്ളൂ. കാരണം എന്താ പറയുക, ഈ ജാക്കി വെപ്പും കുണ്ടത്തരും ഞരമ്പും പണ്ട് മുതലേ ഈ ബസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെ ന്യായീകരിക്കാൻ നിൽക്കേണ്ട, ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതേപോലുള്ള ഷോ ഓഫിന് വേണ്ടി നടത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മറവിൽ ഞരമ്പന്മാർ വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ അപകടാവസ്ഥയിലേക്കാവും പോവുക. പ്രധാന ഒരു വഴിത്തിരിവ് പോലീസിന് കിട്ടിയതായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ്, ആ കുലസ്ത്രീ ബസ്സിൽ കയറിയ ആ സമയം മുതൽ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ട വരെയുള്ള CCTV ദൃശ്യങ്ങൾ ആ ബസ്സിൽ CCTVയിൽ റെക്കോർഡായിട്ടുണ്ട്. അത് പോലീസിന് കൈമാറി പോലീസ് അത് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇയ്യ് കുടുങ്ങി മോളായ, ഇയ്യ് കുടുങ്ങി. ഇനി ദുബായ്ക്കോ സൗദിക്കോ യൂറോപ്പിക്കോ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും കേരള പോലീസിൻ്റെ പവറാണ് എനിക്ക് അറിയില്ല. എന്നെ പൊക്കും എന്ന് പറഞ്ഞാൽ പൊക്കും. ഈ കുലസ്ത്രീ ആയാലും വേണ്ടില്ല, ഫെമിനിസ്റ്റ് ആയാലും വേണ്ടില്ല, ഏത് കൊമ്പത്തെ എന്താ പറയുക, കൊമ്പത്തെ തമ്പുരാട്ടി ആയാലും വേണ്ടില്ല, എന്നെ പൊക്കും ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി ഭാവിയിൽ എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ കണ്ണോണ്ടേ കാണുള്ളൂ. ഇവള് മറ്റേ സംഭവം പണ്ടുണ്ടായിട്ടില്ലേന്നോ, ഓളും ഇതേപോലെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാന്നുള്ള വർത്താനം ആൾക്കാരെ തൊള്ളേന്ന് വരുന്നുണ്ടെങ്കിൽ അതിന് ഈ അമ്മായി, ഈ പുട്ടിത്തള്ള അതിന് ഉത്തരം പറയേണ്ടി വരും. ഭാവിയിൽ പെണ്ണുങ്ങൾ എന്തൊക്കെ സഹിക്കണം അതിനൊക്കെ ഈ തള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വരാൻ നിൽക്കണ്ട. ഏത് നേതാവായി കഴിഞ്ഞാലും മാന്യമായിട്ടുള്ള വർത്താനം പറയാം. ഇതേപോലുള്ള കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. ഇവർക്ക് മുന്നിലൊന്നും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കില്ല. കുറച്ച് ആൾക്കാരാട്ടോ, കുറച്ച് ഫെമിനിസ്റ്റിനെ ആക്ഷേപിക്കണില്ല, കാരണം അതിലും കുറേ നല്ല ആൾക്കാരുണ്ട്. പാർവതിനെ പോലുള്ള ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ഈ താത്താനെ പോലുള്ള കുറച്ച് തള്ളമാർ ലിപ്സ്റ്റിക്ക് ഇട്ട് കാണ്ട് ബസ്സിൽ തിരക്കുള്ള സ്ഥലത്ത് വന്നിരുന്ന് കണ്ടാണ് ഓല് ഇതേപോലുള്ള പരിപാടി കാണിക്കുന്നത്. ഇനി ഭാവിയിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇതേപോലുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സത്യമാണെങ്കിൽ പോലും നുണയെന്ന് വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ തള്ള എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭാവിയിൽ ഇനി എന്ത് സംഭവിക്കുക. ബസ്സിൽ ഞരമ്പത്തരുള്ളത് തന്നെയാണ്, അത് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. പക്ഷേ ഇനി ഒരു പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കും? ആൾക്കാരുടെ മനസ്സിലൊക്കെ ഇത് കുത്തി കയറ്റി വെച്ചില്ലേ. ഇതിനെപ്പോലുള്ള ആൾക്കാർ, നേതാക്കന്മാർ ബലാത്സംഗം ചെയ്യുന്ന പബ്ലിക്കായിട്ട് വിളിച്ചു പറയണമെങ്കിൽ എന്നെപ്പോലുള്ള ഈ പുട്ടിയിട്ട താത്തമാർ ഇതിനൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫെമിനിസ്റ്റ് തള്ളമാരുണ്ട് ഇതിന് ന്യായീകരിച്ച് വരാൻ. അപ്പോൾ ഇനി എവിടേക്കാത്തന്ന് കണ്ടറിയേണ്ടി വരും. പ്രതികരിക്കാനുള്ള ശേഷിയാണ് ഇവൾ ഇല്ലാതാക്കിയിട്ടുള്ളത്. എന്തൊക്കെ മാർഗ്ഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ബസ് ഡ്രൈവറോടോ കണ്ടക്ടറോടോ യാത്രക്കാരോടോ ഒന്നുമില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ലേഡീസ് ഉണ്ടല്ലോ, ഓരോടെങ്കിലും ഒന്ന് പറയാം. പക്ഷേ ഓൾക്ക് അതല്ല വേണ്ട, ഓൾക്ക് റീച്ച്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും എന്നെ അറിഞ്ഞില്ലേ, ഇജ്ജ് വെറും ലോകത്തരികിടയാണ്, ഫ്രോഡാണെന്ന്. ഏതായാലും കിട്ടേണ്ട കിട്ടില്ല, FIR ഇട്ടു.
എന്തായാലും ഇജ്ജ് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും. ഞാൻ കേസിൻ്റെ വൈത്താരം ഇങ്ങനെ കോടതി ഇറങ്ങി നടന്നോ. പിന്നെ ദുബായിൽ ഒളിച്ചു വെക്കാനാണ് പ്ലാനെങ്കിൽ കാലാകാലം ഇജ്ജ് മരിക്കോളം ഇജ്ജ് ദുബായിൽ നരകിച്ചിട്ടേ പോവുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ എന്നാൽ.